5:25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 20-2-2005 മധുബൻ. ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയൂ. സർവ അവിനാശി ഖജനാവുകളുടെയും അധികാരിയായി നിശ്ചിന്ത ചക്രവർത്തിയാകൂ. ഇന്ന് ഭാഗ്യവിധാതാവായ ബാബ്ദാദ തൻ്റെ സർവ കുട്ടികളുടെയും മസ്തക മധ്യത്തിൽ ഭാഗ്യത്തിൻ്റെ രേഖകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ദിവ്യ നക്ഷത്രത്തിൻ്റെ രേഖ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും നയനങ്ങളിൽ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും രേഖ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വായിൽ ശ്രേഷ്ഠ മധുരവാണിയുടെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. ചുണ്ടുകളിൽ മധുരമായ പുഞ്ചിരിയുടെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ ഹൃദയേശ്വരൻ്റെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നതിൻ്റെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. കൈകളിൽ സദാ സർവ ഖജനാവുകളുടെയും സമ്പന്നതയുടെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. പാദങ്ങളിൽ ഓരോ ചുവടിലും പദമങ്ങളുടെ രേഖ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും ആർക്കും ഉണ്ടാകുന്നില്ല. അത് കുട്ടികളായ താങ്കൾക്കാണ് ഈ സംഗമയുഗത്തിൽ ഭാഗ്യം പ്രാപ്തമാകുന്നത്. ഇപ്രകാരം തൻ്റെ ഭാഗ്യം അനുഭവിക്കുന്നുണ്ടോ? ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ആത്മീയ ലഹരി അനുഭവിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ സ്വതവേ ഗീതം മുഴങ്ങുന്നു. ആഹാ, എൻ്റെ ഭാഗ്യം! ഈ സംഗമയുഗത്തിൻ്റെ ഭാഗ്യം അവിനാശി ഭാഗ്യമാകുന്നു. എന്തുകൊണ്ട്? അവിനാശിയായ ബാബയിലൂടെ അവിനാശിയായ ഭാഗ്യം പ്രാപ്തമായിരിക്കുകയാണ്. എന്നാൽ ഈ സംഗമത്തിൽ മാത്രമാണ് പ്രാപ്തമാകുന്നത്. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് അനുഭൂതി ഉണ്ടാകുന്നത്. ഈ വിശേഷ സംഗമയുഗത്തിൻ്റെ പ്രാപ്തി അതിശ്രേഷ്ഠമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം സദാ എമർജായി ഇരിക്കുന്നുണ്ടോ? അതോ ഇടയ്ക്ക് മെർജും ഇടയ്ക്ക് എമർജും ആയാണോ ഇരിക്കുന്നത്? പുരുഷാർത്ഥം എന്താണ് ചെയ്തത്? ഇത്രയും വലിയ ഭാഗ്യത്തിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി പുരുഷാർത്ഥം എത്ര സഹജമായി! കേവലം ഹൃദയം കൊണ്ട് അറിഞ്ഞു, അംഗീകരിച്ചു, തൻ്റേതാക്കി മാറ്റി. മേരാ ബാബ, എൻ്റെ ബാബ. ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞു, ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. എൻ്റേതായി അംഗീകരിക്കുക, അധികാരിയായി മാറുകയും ചെയ്യുക. അധികാരവും എത്ര വലുതാണ് ചിന്തിക്കൂ. എന്തെല്ലാം ലഭിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? എന്ത് നേടണമായിരുന്നുവോ അത് നേടി. അപ്രാപ്തമായ ഒരു വസ്തുവും പരമാത്മാവിൻ്റെ ഖജനാവിൽ ഇല്ല. ഇങ്ങനെയുള്ള പ്രാപ്തി സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്തു കഴിഞ്ഞുവോ? അതോ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഭാവിയിലെ കാര്യം വേറെയാണ്. ഈ സംഗമയുഗത്തിലേതു തന്നെയാണ് പ്രാപ്തി സ്വരൂപത്തിൻ്റെ അനുഭവം. അഥവാ സംഗമയുഗത്തിൽ അനുഭവിച്ചില്ലെങ്കിൽ ഭാവിയിലും ഉണ്ടാവുക സാധ്യമല്ല. എന്തുകൊണ്ട്? ഭാവി പ്രാപ്തിയാണ്. എന്നാൽ പ്രാപ്തി ഈ പുരുഷാർത്ഥത്തിൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ലാസ്റ്റിൽ അനുഭവ സ്വരൂപമാകും എന്നല്ല. സംഗമയുഗത്തിലെ വളരെ കാലത്തെ അനുഭവമാണ് ഇത്. ജീവൻ മുക്തിയുടെ വിശേഷ അനുഭവം ഇപ്പോഴത്തേതാണ്. നിശ്ചിന്ത ചക്രവർത്തി ആകുന്നതിൻ്റെ അനുഭവം ഇപ്പോഴത്തേതാണ്. അപ്പോൾ എല്ലാവരും നിശ്ചിന്ത ചക്രവർത്തിയാണോ? അതോ ചിന്തയുണ്ടോ? ആര് നിശ്ചിന്ത ചക്രവർത്തി ആയി കഴിഞ്ഞുവോ അവർ കൈ ഉയർത്തു. ആയി കഴിഞ്ഞുവോ? അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ? ആയി കഴിഞ്ഞുവല്ലോ. എന്ത് ചിന്തയാണ് ഉള്ളത്? ദാതാവിൻ്റെ കുട്ടികൾ ആയി കഴിഞ്ഞു എന്നിരിക്കെ എന്ത് ചിന്തയാണ് അവശേഷിക്കുന്നത്? എൻ്റെ ബാബ എന്നാൽ ചിന്തയുടെ അനേകം കൊട്ടകളുടെ ഭാരം ഇറങ്ങി എന്നാണ്. ഭാരമുണ്ടോ? ഉണ്ടോ? പ്രകൃതിയുടെ കളിയും
കാണുന്നു, മായയുടെ കളിയും കാണുന്നു. എന്നാൽ നിശ്ചിന്ത ചക്രവർത്തിയായി സാക്ഷിയായി കളി വീക്ഷിക്കുന്നു. ലോകത്തുള്ളവരാണെങ്കിൽ ഭയപ്പെടുന്നു, എന്തുണ്ടാകുമെന്ന് അറിയില്ല എന്ന്. താങ്കൾക്ക് ഭയമുണ്ടോ? ഭയപ്പെടുന്നുണ്ടോ? നിശ്ചയവുമുണ്ട്, നിശ്ചിതവുമാണ്. എന്തുണ്ടാകുമോ അത് നല്ലതിലും നല്ലതായിരിക്കും. എന്തുകൊണ്ട്? ത്രികാലദർശിയായി ഓരോ ദൃശ്യത്തെയും കാണുന്നു. ഇന്ന് എന്താണ്, നാളെ എന്തുണ്ടാകാൻ പോകുന്നു, ഇതിനെ നല്ല രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞു. നോളജ്ഫുൾ ആണല്ലോ. സംഗമത്തിന് ശേഷം എന്താണ് ഉണ്ടാകേണ്ടത്? താങ്കൾ ഏവരുടെയും മുന്നിൽ സ്പഷ്ടമാണല്ലോ. നവയുഗം വരിക തന്നെ വേണം. ലോകത്തുള്ളവർ പറയും, വരുമോ വരുമോ എന്ന ചോദ്യമുണ്ട്. താങ്കൾ എന്താണ് പറയുന്നത്? വന്നു കഴിഞ്ഞു. അതിനാൽ എന്തുണ്ടാകും എന്ന ചോദ്യമേ ഇല്ല. സ്വർണയുഗം വരിക തന്നെ വേണം. രാത്രിക്ക് ശേഷം ഇപ്പോൾ സംഗമത്തിന്റെ പ്രഭാതമാണ്, അമൃതവേളയാണ്. അമൃതവേളയ്ക്ക് ശേഷം പകൽ വരിക തന്നെ വേണം. നിശ്ചയം ആർക്ക് ഉണ്ടായിരിക്കുമോ അവർ നിശ്ചിന്തമാണ്. ഒരു ചിന്തയും ഉണ്ടാകില്ല. നിശ്ചിന്തം. വിശ്വരചയിതാവിലൂടെ രചനയുടെ സ്പഷ്ടമായ നോളജ് ലഭിച്ചു കഴിഞ്ഞു. ബാപ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും സമ്പർക്കത്തിൻ്റെയും സ്നേഹത്തിൽ ബന്ധിതരായി തൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാപ്ദാദ എല്ലാ സ്നേഹികളായ കുട്ടികൾക്കും സഹയോഗികളായ കുട്ടികൾക്കും സമ്പർക്കത്തിലുള്ള കുട്ടികൾക്കും തൻ്റെ അധികാരം നേടുന്നതിനായി തൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നതിൻ്റെ ആശംസകൾ നൽകുകയാണ്. ആശംസകൾ, ആശംസകൾ. ബാപ്ദാദയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹമാണോ കൂടുതൽ, അതോ കുട്ടികൾക്ക് ബാപ്ദാദയോടുള്ളതാണോ കൂടുതൽ? ആരുടേതാണ്? താങ്കളുടേതാണോ അതോ ബാബയുടേതാണോ? ബാബ പറയുന്നു, കുട്ടികളുടേതാണ് കൂടുതൽ. നോക്കൂ, കുട്ടികൾക്ക് സ്നേഹമുണ്ട്. അതിനാൽ എവിടെ നിന്നെല്ലാമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? എത്ര ദേശങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ്? 50 ദേശങ്ങളിൽ നിന്നും. 50 ദേശങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും ദൂരെ നിന്നും ആരാണ് വന്നിരിക്കുന്നത്? അമേരിക്കയിലുള്ളവരാണോ ദൂരെ നിന്നും വന്നിരിക്കുന്നത്? താങ്കളും ദൂരെ നിന്നും വന്നിരിക്കുകയാണ്. എന്നാൽ ബാപ്ദാദയാണെങ്കിൽ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക എന്താണ്? അമേരിക്ക ദൂരെയാണോ അതോ പരംധാം ദൂരെയാണോ? ഏറ്റവും ദൂരദേശി ബാപ്ദാദയാണ്. കുട്ടികൾ ഓർമ്മിക്കുന്നു, ബാബ ഹാജരാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബ കുട്ടികളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദിക്കുന്നുണ്ടല്ലോ, ബാബ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ബാപ്ദാദ മധുരമധുരമായ കുട്ടികളിൽ നിന്നും ഇത് ആഗ്രഹിക്കുന്നു. ഓരോരോ കുട്ടിയും സ്വരാജ്യ അധികാരിയായ രാജാവ് ആകട്ടെ. എല്ലാവരും രാജാവാണോ? സ്വരാജ്യമുണ്ടോ? സ്വയം തൻ്റെ മേൽ രാജ്യമുണ്ടല്ലോ. സ്വരാജ്യ അധികാരിയായ രാജാവായി കഴിഞ്ഞു എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. വളരെ നല്ലത്. ബാപ്ദാദയ്ക്ക് കുട്ടികളെ കണ്ട് സ്നേഹം വരുന്നു. 63 ജന്മം വളരെയധികം പ്രയത്നിച്ചു. ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും ദൂരെയാകുന്നതിന്. അപ്പോൾ ബാബ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും ഇപ്പോൾ സ്വരാജ്യ അധികാരി ആകണം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും അധികാരിയാകണം. രാജാവാകണം. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എവിടെ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതേപോലെ മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കണം. ടെൻഷൻ ഫ്രീ ലൈഫിൻ്റെ അനുഭവം സദാ എമർജാകണം. ബാപ്ദാദ കാണുന്നുണ്ട്, ചിലപ്പോൾ മെർജായി പോവുകയും ചെയ്യുന്നു. ചിന്തിക്കുന്നുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് റൈറ്റാണ്, ഇത് റോങ് ആണ്.
പക്ഷേ ചിന്തിക്കുന്നു, സ്വരൂപത്തിൽ കൊണ്ടുവരുന്നില്ല. ചിന്തിക്കുക എന്നാൽ മെർജായി ഇരിക്കുക, സ്വരൂപത്തിൽ കൊണ്ടുവരിക എന്നാൽ എമർജ് ആവുക എന്നർത്ഥം. സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു. ആത്മീയ സംഭാഷണം നടത്തുന്നുവല്ലോ. അപ്പോൾ ചില കുട്ടികൾ പറയുന്നു, സമയം വരുമ്പോൾ ശരിയായിക്കൊള്ളും. സമയം താങ്കളുടെ രചനയാണ്. താങ്കളാണെങ്കിൽ മാസ്റ്റർ രചയിതാവാണല്ലോ. അപ്പോൾ മാസ്റ്റർ രചയിതാവ് രചനയുടെ ആധാരത്തിൽ നടക്കുന്നില്ല. സമയത്തെ സമാപ്തിയുടെ സമീപം കൊണ്ടുവരേണ്ടത് മാസ്റ്റർ രചയിതാവായ താങ്കൾക്കാണ്. ഒരു സെക്കൻഡിൽ മനസ്സിന്റെ അധികാരിയായി മനസ്സിനെ ഓർഡർ ചെയ്യാൻ ചെയ്യുവാൻ സാധിക്കുമോ? മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്നുണ്ടോ? ഇടുന്നത് ഫുൾ സ്റ്റോപ്പും വീഴുന്നത് ക്വസ്റ്റ്യൻ മാർക്കുമാണോ? എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ, ഇതെന്ത്, അതെന്ത്? ആശ്ചര്യത്തിന്റെ ചിഹ്നം പോലും പാടില്ല. ഫുൾ സ്റ്റോപ്പ്. സെക്കൻഡിൽ പോയിന്റായി മാറൂ. മറ്റൊരു പ്രയത്നവുമില്ല. കേവലം ഒരു വാക്ക് അഭ്യാസത്തിൽ കൊണ്ടുവരൂ. പോയിന്റ് സ്വരൂപം ആകണം. വേസ്റ്റിന് പോയിന്റ് ഇടണം. ഏതൊരു മഹാവാക്യമാണോ കേൾക്കുന്നത് ആ പോയിന്റിന്മേൽ മനനം ചെയ്യണം. മറ്റൊരു പ്രയാസവുമില്ല. പോയിന്റ് ഓർമ്മ വയ്ക്കൂ. പോയിന്റ് ഇടൂ. പോയിന്റായി മാറൂ. ഈ അഭ്യാസം മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂ. എത്ര തന്നെ ബിസി ആയിരുന്നാലും ഈ ട്രയൽ നടത്തൂ. ഒരു സെക്കൻഡിൽ പോയിന്റ് ആകുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു സെക്കൻഡിൽ പോയിന്റ് ഇടുവാൻ സാധിക്കുന്നുണ്ടോ? എപ്പോഴാണോ ഇത് പല തവണ അഭ്യാസം ആകുന്നത്, അപ്പോൾ തന്നെയാണ് വരാൻ പോകുന്ന അന്തിമ സമയത്ത് ഫുൾ പോയിന്റ്സ് നേടാൻ സാധിക്കുന്നത്. പാസ് വിത്ത് ഓണർ ആയി മാറും. ഇതാണ് പരമാത്മാ പഠനം. ഇതാണ് പരമാത്മാ പാലനം. അപ്പോൾ ആരെല്ലാം ആണോ വന്നിരിക്കുന്നത്, ആദ്യമായി വരുന്നവരാണെങ്കിലും ശരി, ആരാണോ ആദ്യമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. വളരെ പേർ വന്നിരിക്കുന്നു. വെൽക്കം. ഇതുപോലെ ഇപ്പോൾ ആദ്യമായി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യ നമ്പറും നേടണം. ചാൻസ് ഉണ്ട്. താങ്കൾ ചിന്തിക്കും, നമ്മളാണെങ്കിൽ ഇപ്പോൾ ആദ്യമായി വന്നിരിക്കുകയാണ്, നമുക്ക് മുൻപേ ഉള്ളവർ ധാരാളമുണ്ട് എന്ന്. എന്നാൽ ഡ്രാമയിൽ ഈ ഒരു ചാൻസ് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റ് സോ ഫാസ്റ്റും ഫാസ്റ്റ് സോ ഫസ്റ്റും ആകുവാൻ സാധിക്കും. ചാൻസ് ഉണ്ട്. ചാൻസ് എടുക്കുന്നവരെ ബാബ്ദാദ ചാൻസലർ എന്ന് പറയുന്നു. അപ്പോൾ ചാൻസലർ ആകൂ. ചാൻസലർ ആകണമോ? ചാൻസലർ ആകണമോ? ചാൻസലർ ആകും എന്നാരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തു. ചാൻസലർ ആകുമോ? ആഹാ, ആശംസകൾ. ബാബ്ദാദ കണ്ടു, ഇവിടെ ആരെല്ലാമാണോ വന്നിരിക്കുന്നത് അവരെല്ലാവരും കൈ ഉയർത്തുകയാണ്. മെജോറിറ്റിയും ഉയർത്തുകയാണ്. ആശംസകൾ, ആശംസകൾ. ബാബ്ദാദ വന്നു ചേർന്നിരിക്കുന്ന മധുരമധുരമായ പ്രിയത്തിലും പ്രിയമായ നിങ്ങൾ എല്ലാ കുട്ടികളെയും വിശേഷിച്ച് ഓർമ്മിച്ചു. എന്തുകൊണ്ട് ഓർമ്മിച്ചു? ഇന്ന് സഭയിൽ ദേശവിദേശങ്ങളിലെ ധാരാളം VIPs ഇരിക്കുകയാണ്. എന്തുകൊണ്ട് ക്ഷണം നൽകി അറിയാമോ? നോക്കൂ, ക്ഷണം ധാരാളം പേർക്ക് ലഭിച്ചു. എന്നാൽ വന്നിരിക്കുന്ന താങ്കളാണ് എത്തിച്ചേർന്നത്. എന്തുകൊണ്ട് ബാബ്ദാദ ഓർമ്മിച്ചു? കാരണം ബാബ്ദാദയ്ക്കറിയാം ആരെല്ലാമാണോ വന്നിരിക്കുന്നത് അവർ സ്നേഹിയും സഹയോഗത്തിലൂടെ സഹജയോഗിയും ആകുന്ന ക്വാളിറ്റി ഉള്ളവരാണ്. അഥവാ ധൈര്യം വയ്ക്കുകയാണെങ്കിൽ താങ്കൾക്ക് സഹജയോഗിയായി മറ്റുള്ളവർക്കും സഹജയോഗത്തിൻ്റെ മെസ്സഞ്ചറായി മെസ്സേജ് നൽകുവാൻ സാധിക്കും.
മെസ്സേജ് നൽകുക എന്നാൽ ഗോഡ്ലി മെസ്സഞ്ചർ ആവുക എന്നർത്ഥം. ആത്മാക്കളെ ദുഃഖ അശാന്തിയിൽ നിന്നും മോചിപ്പിക്കണം. ഏതായാലും താങ്കളുടെ തന്നെ സഹോദരി സഹോദരന്മാർ ആണല്ലോ. അപ്പോൾ തൻ്റെ സഹോദരനും സഹോദരിമാർക്കും ഗോഡ്ലി മെസ്സേജ് നൽകുക എന്നാൽ മുക്തമാക്കുക എന്നർത്ഥം. ഇതിനുള്ള ആശീർവാദങ്ങൾ വളരെയധികം ലഭിക്കുന്നു. ഏതെങ്കിലും ആത്മാവിനെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചിപ്പിക്കുന്നതിൻ്റെ ആശീർവാദങ്ങൾ വളരെയധികം ലഭിക്കുന്നു. ആശീർവാദങ്ങൾ ലഭിക്കുന്നതിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെയും ആന്തരിക സന്തോഷത്തിൻ്റെയും ഫീലിംഗ് വളരെയധികം വരുന്നു. എന്തുകൊണ്ട്? കാരണം സന്തോഷം പങ്കുവച്ചുവല്ലോ. അപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്നതിലൂടെ സന്തോഷം വർദ്ധിക്കുന്നു. എല്ലാവരും സന്തുഷ്ടമാണോ? വിശേഷിച്ച് ബാബ്ദാദ അതിഥികളോടല്ല അധികാരികളോട് ചോദിക്കുന്നു. സ്വയം അതിഥിയായി മനസ്സിലാക്കരുത്, അധികാരിയാണ്. അപ്പോൾ എല്ലാവരും സന്തുഷ്ടമാണോ? വന്നു ചേർന്നിരിക്കുന്ന താങ്കളോട് ചോദിക്കുകയാണ്. പറയുമ്പോൾ അതിഥി എന്ന് പറയും, പക്ഷേ അതിഥിയല്ല, മഹാനായി മഹാൻ ആക്കി മാറ്റുന്നവർ. അപ്പോൾ ചോദിക്കൂ, സന്തുഷ്ടമാണോ? സന്തുഷ്ടമാണെങ്കിൽ കൈവീശൂ. എല്ലാവരും സന്തുഷ്ടമാണ്. ഇപ്പോൾ പോയ ശേഷം എന്തു ചെയ്യും? സന്തോഷം പങ്കുവയ്ക്കുമല്ലോ. എല്ലാവർക്കും നല്ലവണ്ണം സന്തോഷം പങ്കുവയ്ക്കണം. എത്രത്തോളം പങ്കുവയ്ക്കുമോ അത്രയും വർദ്ധിക്കും. ശരിയാണല്ലോ? ശരി. നല്ലവണ്ണം കൈയടിക്കൂ. എല്ലാവരും നല്ലവണ്ണം കൈയടിച്ചു. ഏതുപോലെ ഇപ്പോൾ കൈയടിച്ചുവോ ഇതേപോലെ സദാ സന്തോഷത്തിൻ്റെ കൈയടികൾ ഓട്ടോമാറ്റിക്കായി മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. ശരി. ബാബ്ദാദ സദാ ടീച്ചേഴ്സിനോട് പറയുന്നു. ടീച്ചേഴ്സ് എന്നാൽ ആരുടെ ഫീച്ചേഴ്സിലൂടെയാണോ ഫ്യൂച്ചർ കാണപ്പെടുന്നത്? ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ആണല്ലോ. താങ്കളെ കണ്ട് സ്വർഗത്തിലെ സുഖത്തിൻ്റെ ഫീലിംഗ് വരണം. ശാന്തിയുടെ അനുഭൂതി ഉണ്ടാകണം. നടക്കുകയും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഫരിഷ്തയായി കാണപ്പെടണം. ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ആണല്ലോ. നല്ലതാണ്. പ്രവൃത്തിയിൽ കഴിയുന്നവർ ആയാലും സേവനത്തിന് നിമിത്തമായിരിക്കുന്നവരായാലും എല്ലാവരും ബാബ്ദാദയ്ക്ക് സമാനമാകുന്ന നിശ്ചയബുദ്ധി വിജയിയാണ്. ശരി. 4 ഭാഗത്തുമുള്ള സാകാര രൂപത്തിൽ മുന്നിലാണെങ്കിലും ദൂരെ ഇരിക്കുകയാണെങ്കിലും ഹൃദയത്തിൻ്റെ സമീപത്താണ്. ഇങ്ങനെയുള്ള സദാ ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ ആത്മാക്കൾക്ക് സദാ നിമിത്തമായി നിർമ്മാണത്തിൻ്റെ കാര്യം സഫലമാക്കുന്ന വിശേഷ ആത്മാക്കൾക്ക് സദാ ബാബയ്ക്ക് സമാനമാകുന്ന ഉന്മേഷത്തിലും ഉത്സാഹത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധൈര്യശാലികളായ കുട്ടികൾക്ക് സദാ ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന വളരെയധികം വേൾഡിലെ കോടി മടങ്ങ് ധനികരും നിറഞ്ഞവരുമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ഡബിൾ വിദേശികളായ നിമിത്തമായ മുതിർന്ന സഹോദരിമാരോട് നല്ല സർവീസിൻ്റെ തെളിവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ തന്നെ ശബ്ദം വ്യാപിക്കും. അനുഭവം കേൾപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെയും അനുഭവം വർദ്ധിക്കുന്നു. അപ്പോൾ ബാബ്ദാദ സന്തുഷ്ടമാണ്. ഫോറിനിലെ സേവനത്തിന് നിമിത്തമാകുന്നവർ നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ സേവനത്തിൽ ബിസിയായിരിക്കുന്നു. പോയത് ദേശത്തു നിന്നുമാണ്. എന്നാൽ വിദേശത്തുള്ളവരുടെ സേവനം അവിടെയുള്ളവരെ പോലെ തന്നെ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റേതാണെന്ന തോന്നൽ നൽകുന്നുവല്ലോ. എല്ലാ ഭാഗത്തേക്കും ഉള്ളവരാണ്. ഒരു ഭാഗത്തിൻ്റേതല്ല. ലണ്ടൻ്റെയോ അമേരിക്കയുടേതോ അല്ല. പരിധിയില്ലാത്ത സേവാധാരിയാണ്. ഉത്തരവാദിത്വം വിശ്വത്തിൻ്റേതാണല്ലോ. അപ്പോൾ ബാബ്ദാദ ആശംസകൾ നൽകുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ
നല്ലതിലും നല്ലതായി പറക്കുകയും പറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ശരി, പേഴ്സണൽ കൂടിക്കാഴ്ച. എല്ലാവരും ഹോളിയും ഹാപ്പിയുമായ ഹംസമാണല്ലോ. ഹംസത്തിൻ്റെ ജോലി എന്താണ്? ഹംസത്തിൽ നിർണയശക്തി വളരെയധികമുണ്ട്. അപ്പോൾ താങ്കളും ഹോളിയും ഹാപ്പിയുമായ ഹംസങ്ങൾ വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നവരാണ്, സമർത്ഥരാക്കുന്നവരാണ്. എല്ലാവരും എവർ ഹാപ്പിയാണോ? എവർ എവർ ഹാപ്പി. ഇപ്പോൾ ഒരിക്കലും ദുഃഖത്തെ വരാൻ അനുവദിക്കരുത്. ദുഃഖത്തിന് ഡൈവേഴ്സ് നൽകി അപ്പോഴാണല്ലോ മറ്റുള്ളവരുടെ ദുഃഖത്തിന് നിവാരണം നടത്തുക. അപ്പോൾ സുഖിയായി ഇരിക്കണം, സുഖം നൽകുകയും വേണം. ഈ കാര്യം ചെയ്യുമല്ലോ. ഇവിടെ നിന്നും ഏതൊരു സുഖം ലഭിച്ചുവോ അത് ശേഖരിച്ചു വയ്ക്കണം. എപ്പോഴെങ്കിലും എന്തു തന്നെ സംഭവിച്ചാലും ബാബ, മധുരമായ ബാബ, ദുഃഖം എടുക്കൂ, തൻ്റെ പക്കൽ വെക്കരുത്. മോശമായ വസ്തു സൂക്ഷിച്ചു വയ്ക്കാറുണ്ടോ? ദുഃഖം മോശമായതാണല്ലോ. അപ്പോൾ ദുഃഖത്തെ നീക്കം ചെയ്യൂ, സുഖിയായിരിക്കൂ. അപ്പോൾ ഇതാണ് സുഖി ഗ്രൂപ്പ്, സുഖദായി ഗ്രൂപ്പ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സുഖം നൽകിക്കൊണ്ടിരിക്കൂ. താങ്കൾക്ക് എത്ര ആശീർവാദങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് ബ്ലെസ്സിങ്ങിന് പാത്രമാണ്. എല്ലാവരും സന്തുഷ്ടമാണല്ലോ. ഇപ്പോൾ പുഞ്ചിരിക്കൂ, പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രമാത്രം. സന്തോഷത്തിൽ നൃത്തമാടൂ. ശരി, വരദാനം. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസിലൂടെ കയറുന്ന കല അനുഭവിക്കുന്ന രാജ്യ അധികാരിയായി ഭവിക്കട്ടെ. ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ ഓരോ ചുവടിലും കയറുന്ന കലയുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ സങ്കല്പത്തിലും സേവനം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വ്യർത്ഥത്തിൽ നിന്നും മുക്തമാകും. സേവനം ജീവിതത്തിൻ്റെ ഒരു അംഗമായി മാറണം. ഏതുപോലെ ശരീരത്തിൽ എല്ലാ അംഗങ്ങളും ആവശ്യമാണ്, അതേപോലെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ അംഗം സേവനമാണ്. വളരെയധികം സേവനത്തിൻ്റെ ചാൻസ് ലഭിക്കുന്നത്, സ്ഥാനം ലഭിക്കുന്നത്, സംഘം ലഭിക്കുന്നത്, ഇതും ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെയുള്ള സേവനത്തിൻ്റെ ഗോൾഡൻ ചാൻസ് എടുക്കുന്നവർ തന്നെയാണ് രാജ്യ അധികാരി ആകുന്നത്. സ്ലോഗൻ. പരമാത്മാ സ്നേഹത്തിൻ്റെ പാലനയുടെ സ്വരൂപമാണ് സഹജ യോഗി ജീവിതം. അവ്യക്ത സൂചന. ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. പവിത്രത ബ്രാഹ്മണരായ താങ്കളുടെ ഏറ്റവും വലുതിലും വലിയ അലങ്കാരമാണ്. സമ്പൂർണ്ണ പവിത്രത താങ്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലുതിലും വലിയ പ്രോപ്പർട്ടിയാണ്. റോയൽറ്റിയും പേഴ്സണാലിറ്റിയുമാണ്. ഇത് ധാരണ ചെയ്ത് എവർ റെഡിയാകൂ. അപ്പോൾ പ്രകൃതി അതിൻ്റെ കാര്യം ആരംഭിക്കട്ടെ. പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയാൽ സമ്പന്നമായ റോയൽ ആത്മാക്കൾ സഭ്യതയുടെ ദേവി എന്ന് പറയുന്നു. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ
ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.